നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ക്യാമറയുടെ ഓരോ ബട്ടൺസും എന്തിനാണ് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. പിന്നെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്യാമറ, ഞാൻ എൻ്റെ കയ്യിലുള്ള സോണിയുടെ A7M4 എന്ന് പറഞ്ഞ ഒരു മിറർലെസ് ലേറ്റസ്റ്റ് ക്യാമറയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഫങ്ഷൻ ബട്ടൺ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ മാനുവൽ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓട്ടോ അല്ല. മാനുവലിൽ എങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണലായി നമുക്ക് ഫോട്ടോ സെറ്റിങ്സുകൾ പഠിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫങ്ഷൻ ബട്ടൺ വരുന്നത് നമുക്ക് കസ്റ്റമൈസ്ഡാണ്. നമുക്ക് മാനുവലായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് സെറ്റിങ്സുകളൊക്കെ നമുക്ക് ഈ ഫങ്ഷൻ ബട്ടണിൽ നമുക്ക് അറേഞ്ച് ചെയ്താൽ ഒരു 12 സെറ്റിങ്സാണ് ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് ഫോട്ടോഗ്രാഫി, ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പെട്ടെന്ന് ഫങ്ഷൻസ് നമുക്ക് പെട്ടെന്ന് സെറ്റിങ്സിൽ ഫോട്ടോ എടുക്കുമ്പോൾ മാറ്റം വരുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള ഓപ്ഷൻസാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ ഇതിൽ ഡ്രൈവ് മോഡ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഡ്രൈവ് മോഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ ഷൂട്ട്, ഡ്രൈവ് മോഡിൽ വരുന്ന സിംഗിൾ ഷൂട്ട്, കണ്ടിന്യൂസ് ഷൂട്ട്, സെൽഫ് ടൈമർ ഷൂട്ട്, പിന്നെ സെൽഫ് ടൈമർ കണ്ടിന്യൂസ് ഷൂട്ട്, അങ്ങനെ ഓപ്ഷൻസാണ് വരുന്നത്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സിംഗിൾ ഷൂട്ട് ആകുമ്പോൾ നമുക്ക് ഓരോ ക്ലിക്കുകൾ നമുക്കിങ്ങനെ എടുത്ത് പോകാം. കണ്ടിന്യൂസ് ഷൂട്ടിലോട്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ, നമ്മൾ ഒന്നിൽ കൂടുതൽ ഓട്ടോമാറ്റിക്, ഒന്നിൽ കൂടുതൽ പിന്നെ പിക്ചേഴ്സ് എടുക്കാനാണ് നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മളൊരു ബ്രൈഡ് നടന്നു പോകുന്ന ഒരു പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സിംഗിൾ ഷോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പിക്ചേഴ്സ് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. അവരുടെ ആ ഒരു മൊമെൻറ്റ്സ് പെട്ടെന്ന് നോക്കാൻ പറയുമ്പോഴൊരു പിക്ചേഴ്സൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ടിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അവർ വാക്ക് ചെയ്യുന്നിടയ്ക്ക് തന്നെ അവർ നോക്കുമ്പോൾ ചിരിക്കുന്നത്, നമ്മൾ പിന്നെ നടക്കാൻ പോകുന്നത്, പിന്നെ വേറെ ലുക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ പിക്ചേഴ്സ് എടുക്കാം. അവർ കണ്ടിന്യൂസ് ഷോട്ടിലിട്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് സെൽഫായിട്ടുള്ള സിംഗിൾ ഷോട്ട് നമ്മൾ സെൽഫ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ തന്നെ എടുക്കാൻ പറ്റുന്ന സെറ്റിങ്സൊക്കെയാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലാഷ് മോഡാണ്. ഫ്ലാഷ് മോഡ് നമ്മൾ പിന്നെ ഫിൽ ഫ്ലാഷിലാണ് ഇട്ടെടുക്കുക. അത് ഓട്ടോ നമുക്ക് ഫിൽ ഫ്ലാഷിലാണ് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ലൈറ്റ് എത്താന്നുള്ള രീതിയിൽ ഓട്ടോ ഉണ്ട്, അതിന് സ്ലോ മോഡുണ്ട്. ഞാൻ ഫിൽ ഫ്ലാഷിലാണ് ഇട്ട് കൊടുക്കൽ. അത് നമുക്ക് ആവശ്യം വരുന്നത് ഫിൽ ഫ്ലാഷാണ്. എല്ലായിടത്തും ലൈറ്റ് എത്തും, ഈക്വലായി എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആവശ്യം. പിന്നെ അടുത്തത് വരുന്നത് മാനുവൽ ഫോക്കസ് മോഡ്. ഫോക്കസ് മോഡ് ഞാൻ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോക്കസ് മോഡിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ക്രിയേറ്റീവ് ലുക്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ ക്രിയേറ്റീവ് ലുക്ക് മാത്രമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റാൻഡേർഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ വിവിധ, ഇൻഡോർ, ന്യൂട്രൽ, അങ്ങനെ ഒരുപാട് പ്രൊഫൈൽ പിക്ചേഴ്സാണ് ഇത് വരുന്നത്. പോർട്രേറ്റ്, അത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ കളേഴ്സിനോട്, ഓരോ ടോണിനോടൊരു ഇതുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ സ്റ്റാൻഡേർഡിലാണ് എടുക്കാറ്. ഞാനത് സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡിൽ കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, ഫെയ്ഡ്, ഷാർപ്നെസ്, സാറ്റുറേഷൻ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് വേറെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിക്ചർ പ്രൊഫൈൽ, ക്രിയേറ്റീവ് ലുക്കൊക്കെ ഒരു ക്ലാസ് തന്നെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫംഗ്ഷനിൽ വരുന്നത് ഫോക്കസ് ഏരിയ. നമുക്ക് ഫോക്കസ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. സെൻറ്റർ ഫിക്സ്, സോണ്, വൈഡ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യുന്നതാണ് ഫോക്കസ് ഏരിയ വരുന്നത്. പിന്നെ കെൽവിനാണ് നമുക്ക് വരുന്നത്. വൈറ്റ് ബാലൻസ്, കെൽവിൻ അഡ്ജസ്റ്റ്മെൻറ്റിംഗ് ആണ് നമുക്ക് പിന്നെ വേറൊരു ബട്ടൺ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ISO. പിന്നെ നമുക്കൊരു എക്സ്പോഷറാണ്. നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂട്ടി കൊടുത്ത ലൈറ്റ് കൂടും. അതിനാണ് നമുക്ക് ഈ ഓവർ ISO കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ മാക്സിമം ഒരു 640, മാക്സിമം 800 ഒക്കെയാണ്. ISO കൂടുതൽ കൂടുന്നതോടെ നമുക്ക് ഗ്രെയിൻസ് കൂടും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ലൈറ്റ് കൊണ്ട് ഒരു പരിധിയിൽ ISO ഒരു 500 മാക്സിമം കയറ്റി അതിൽ കൂടുതൽ ലൈറ്റ് കിട്ടുന്നില്ല, നമ്മുടെ കയ്യിലുള്ള ലൈറ്റുകൾ യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. ISO കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ആ ഫോട്ടോസിന് ഗ്രെയിൻസ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റഡി ഷോട്ടാണ്. നമുക്ക് വീഡിയോക്ക് വേണ്ടി ഷെയ്ക്ക് ആവാതിരിക്കാൻ കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ ഓണാക്കുന്ന സ്റ്റഡി ഷോട്ട്. പിന്നെ വരുന്നത് നമുക്ക് മീറ്ററിംഗ് മോഡാണ്. അത് നമുക്ക് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ മീറ്ററിംഗ് മോഡാണ് വരുന്നത്. പിന്നെ ഇമേജ് ക്വാളിറ്റി, ഇത് ക്വാളിറ്റി നമുക്ക് JPG ക്വാളിറ്റിയിലാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാറ്. നമുക്കിത് റോ ഫയൽ എടുക്കാം. റോ പ്ലസ് JPG ഉണ്ട്, റോ ഫയലുണ്ട്. അത് നമുക്ക് ഞാൻ മോഡലിംഗ് ഷൂട്ടൊക്കെ വരുമ്പോൾ റോലാണ് എടുക്കാറ്. റോൾ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കളേഴ്സ്, എഡിറ്റിംഗ് നമുക്ക് ഉപകാരങ്ങളുണ്ടാവും. പിന്നെ നല്ല പിക്ചേഴ്സ് ക്വാളിറ്റി കുറച്ച് ഇതാവും. നമുക്ക് ഞാൻ വെഡ്ഡിങ്ങൊക്കെ അധികം എടുക്കാറ് JPG ഫയൽസിലാണ്. JPGയിൽ നമുക്കിവിടെ മാക്സിമം ക്വാളിറ്റി എക്സ്ട്രാ ഫൈനലിട്ട് എടുക്കും. ക്വാളിറ്റി ഫൈനലിടാം, സ്റ്റാൻഡേർഡിലിടാം, ലൈറ്റിലിടാം. നമുക്ക് ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടിയിടാം. ഞാൻ എക്സ്ട്രാ ഫൈനൽ JPGയിൽ മാക്സിമം ക്വാളിറ്റിയിലാണ് ഞാൻ ഫോട്ടോ എടുക്കുക. ദെൻ പിന്നെ വരുന്നത് നമുക്ക് മീറ്ററിംഗ് മോഡാണ്. മീറ്ററിംഗ് മോഡിൽ സ്പോട്ട് മീറ്ററിംഗ്, ലാർജ്, സെൻറ്റർ, പിക്സൽ നമുക്ക് ഓരോ സ്പോട്ടിനനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് ഇടാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് റെക്കോർഡിംഗ് മീഡിയ. നമ്മുടെ
സ്ലോട്ടാണ് നമ്മുടെ മെമ്മറി കാർഡ് സ്ലോട്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ലോട്ട് 2 2 സ്ലോട്ടാണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. ഞാൻ സ്ലോട്ട് 2 ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ലോട്ട് 2. സ്ലോട്ട് 1 1 യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് 2 നമുക്ക് ഫോട്ടോ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് സിമുലേറ്റ് റെക്കോർഡിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്, സോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സെറ്റിങ്സാണ് ഫംഗ്ഷനിൽ. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ഞാൻ കസ്റ്റമൈസ് ആയി സെറ്റ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഫംഗ്ഷൻ കീകൾ കസ്റ്റമൈസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. മെനുവിൽ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റം ഉണ്ട്. അതിൽ നമുക്ക് കസ്റ്റം സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോ സെറ്റിങ്സ് നമ്മൾ ഓരോ കേക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഒരു കല്യാണത്തിന് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെനു പോയി സെറ്റ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടില്ല. പെട്ടെന്ന് നമ്മൾ ഏത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കാര്യങ്ങളിൽ നിന്ന് സ്നാപ്പ് എടുക്കാം. അപ്പോൾ അതാണ് ഈ ഫംഗ്ഷൻ കീ കൊണ്ടുള്ള ഉപകാരങ്ങൾ. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ഇപ്പോൾ ISO ആണെങ്കിലും വൈറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മളിവിടെ പിന്നെ എനിക്കിതായി ISO ഈ റൗണ്ട് ബട്ടൺ ഉണ്ടല്ലോ, ഇത് നമുക്ക് തിരിച്ച് കഴിഞ്ഞാൽ അവിടെ ISO കൂടുതലും കുറയിലും കണ്ടാൽ മനസ്സിലാവും അവിടെ ISO. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത ഫംഗ്ഷൻ കീയിലും നമുക്ക് അതേപോലെ ഓരോ കീയിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിന് നമ്മൾ മെനു പോയി എടുക്കേണ്ട ആവശ്യമില്ല. മെനു പോയിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ടൈം ലാഗ് ആകും. അതിനാണ് ഈ ഫംഗ്ഷൻ കീയിൽ ഓരോരുത്തർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഫംഗ്ഷൻ കീൻ്റെ കാര്യങ്ങൾ ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാനൊരു വീഡിയോയുമായിട്ട് വരാം.